യൂട്യൂബ് ചാനൽ സുഖിയാക്കി. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് താജ്മഹലിൻ്റെ മുമ്പിലാണ് കേട്ടോ. നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ഫീലാണുള്ളത്. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല താജ്മഹലിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരു ഇൻട്രോ എടുക്കാൻ പറ്റുന്നുള്ളത്. ഇത് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് എനിക്ക് തോന്നുന്നുള്ളത്. ഇവിടെ നിറയെ ആളുകളും തിരക്കൊക്കെയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കത്തിലാണ്. ഇപ്പോൾ മംഗലാപുരം എയർപോർട്ടിലാണുള്ളത്. യാത്രയിൽ ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ വളരെയധികം തണുപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ ഫസ്റ്റ് ഡേ ആണിന്ന്. ഞങ്ങൾ താജ്മഹലിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടാണുള്ളത്. ഇത് ശ്രീയേട്ടനും ദീപുവേട്ടൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ എല്ലായിടത്തും പോകുന്നത്. ശ്രീയേട്ടൻ ആളൊരു എഴുത്തുകാരൻ മാത്രമല്ല, ടൂറിൻ്റെ കോർഡിനേറ്ററും കൂടിയാണ്. ആളാണ് മൊത്തത്തിൽ ഈ യാത്ര അറേഞ്ച് ചെയ്തത്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങലായി. ഇനി താജ്മഹലിലേക്കുള്ള യാത്രയിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നല്ല മൂടൽമഞ്ഞുണ്ട്. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നിറയെ കടുക് കൃഷിയും അതുപോലെ കോളിഫ്ലവർ, ക്യാരറ്റ് തുടങ്ങിയ എല്ലാ കൃഷികളും ഉണ്ട്. റോഡിൻ്റെ 2 സൈഡും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നിറയെ മരങ്ങളും കൃഷിയും ഒക്കെ ആയിട്ട് നല്ലൊരു പച്ചപ്പട്ട് വിരിച്ച പരവതാനി പോലെയുണ്ട്. അതിൻ്റെ ഇടയിൽ മൂടൽമഞ്ഞും കൂടി ആകുമ്പോൾ നല്ല രസമാണ് രാവിലത്തെ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് പോയാൽ നമുക്കിത് സഹിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. ഡൽഹിയിൽ ഇറങ്ങിയത് മുതൽ ഞങ്ങൾ ജാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത്രയും തണുപ്പാണ് ഇവിടെ ഉള്ളത്. നമ്മൾ താജ്മഹലിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വണ്ടിയിലാണ് താജ്മഹലിൻ്റെ അടുത്തേക്ക് പോകുന്നത്. യാത്രക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടുന്നതിനായിട്ട് അവിടെ ധാരാളം വണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട്. ഒരാൾക്ക് 20 രൂപ ആണ് ചാർജ്. സൈഡിലൊക്കെ ധാരാളം ഷോപ്പുകളുണ്ട് കേട്ടോ. അലങ്കാര വസ്തുക്കളൊക്കെ വിൽക്കുന്നതും അതുപോലെ കുറേ സാധനങ്ങൾ ഒക്കെ ആയിട്ടുള്ള നിറയെ ഷോപ്പുകളുണ്ട്. കുറേ ആൾക്കാർ സാധനങ്ങൾ കയ്യിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. നിറയെ ആളുകളാണ്. ഇവരൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കവാടമുണ്ട്. അത് നമ്മൾ കടക്കണമെങ്കിൽ 50 രൂപയാണ് ഫീസ്. പിന്നെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ 200 രൂപ. അങ്ങനെ 250 രൂപയാണ് മൊത്തത്തിലുള്ള ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ധാരാളം ഫോട്ടോസ് ഉണ്ട്. താജ്മഹലിൻ്റെ ഓരോ വർഷത്തിലെയും ഫോട്ടോസ് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വെച്ചിട്ടുണ്ട്. അതിലുള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെയും അവിടെയുള്ള കെട്ടിടങ്ങളുടെ കൊത്തുപണികളും അതുപോലെ ആ മാർബിളിൻ്റെ കട്ടിങ്സും അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായ ചിത്രങ്ങളാണ്. ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തും കേട്ടോ. ചിത്രങ്ങളൊക്കെയും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ താജ്മഹലിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൻ സെക്യൂരിറ്റിയാണുള്ളത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതിന് ചുറ്റും നല്ല ഗാർഡൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ താജ്മഹലുള്ള മെയിൻ കവാടത്തിലെത്തി. എന്നെ സംബന്ധിച്ചിത് വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. കുറേ നാളായിട്ട് കോളേജ് പഠിക്കുന്ന ടൈം തൊട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയായിരുന്നു ഇത്. ലോക മഹാത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള താജ്മഹൽ കാണാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരാ ഉണ്ടാവുക അല്ലേ? താജ്മഹലിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്.
നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ചെറുതായിട്ട് മൂടൽമഞ്ഞും ഉണ്ട്. എങ്കിലും ഈ തണുപ്പൊന്നും ആ സന്തോഷത്തിൻ്റെ ഇടയിൽ ഒരു പ്രശ്നമേ ആയി തോന്നിയില്ല. നമ്മൾ എത്രയോ പ്രണയങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഷാജഹാൻ്റെ പ്രണയം, ഇത്രയും വിലപിടിപ്പുള്ള ഒരു പ്രണയം കാണുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ. യമുനാ നദിയുടെ തീരത്ത് തൻ്റെ പത്നിയായ മുംതാസിന് വേണ്ടിയിട്ട് ഷാജഹാൻ പണി കഴിപ്പിച്ച അതിമനോഹരമായിട്ടുള്ള അത്ഭുതങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആ താജ്മഹൽ. നമ്മൾ ഒരുപാട് പ്രണയം കണ്ടിട്ടുണ്ടല്ലേ, അതുപോലെ ഒരുപാട് പ്രണയത്തിൻ്റെ സമ്മാനങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഇത് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും പ്രണയ സ്മാരകമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് മുമ്പോട്ട് പോയിട്ട് ആസ്വദിച്ചിട്ട് വരാം. അങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ട് നമുക്ക് ഓരോ കാഴ്ചകളും കാണാം. അപ്പം അതിനുള്ളിലേക്ക് ചെരുപ്പിട്ടിട്ട് പോകാൻ പാടില്ല. അവിടെ തന്നെ ഒരു കാലിൽ ധരിക്കുന്നൊരു കവർ കിട്ടും, അത് ഞങ്ങൾ വാങ്ങിയിരുന്നു. ഇത് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഉള്ള ഒരു വ്യൂ ആണ്. ഇതിലെ ഓരോ കൊത്തുപണികളും നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തും കേട്ടോ. മെഷീനുകളോ അതുപോലെ ഉള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായിട്ട് കൊത്തുപണി ചെയ്തെടുത്ത ഒരു അതിമനോഹരമായിട്ടുള്ള ചുവരുകളാണ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കാണുന്നതാണ് യമുനാ നദി. യമുനാ നദിയുടെ തീരത്താണ് താജ്മഹൽ പണിതിട്ടുള്ളത്. അതിലിപ്പോൾ ധാരാളം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് താജ്മഹലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. താജ്മഹലിൻ്റെ ഓരോ ചുവരും ഓരോ കൊത്തുപണികളും നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തും. അത്രയും മനോഹരമായിട്ടാണ് അതിൻ്റെ ശില്പി അതിനെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ആ ശില്പിയുടെ ഹാർഡ് വർക്ക് നമുക്ക് ഇതിലെ ഓരോ ചുവരിൽ നിന്നും വ്യക്തമാകുന്നതാണ്. ഇതൊക്കെയും മാർബിളിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വളരെ കൃത്യമായി മുറിച്ച് ഉണ്ടാക്കിയ ഡിസൈൻസാണ്. അതും അത്രയും പഴക്കം ചെന്ന കെട്ടിടമാണിതൊക്കെയും. ആ സമയത്ത് മെഷീനുകളോ വേറെ ഒരു സംവിധാനവും ഇല്ലാത്തൊരു സമയത്ത് ഇത്രയും മനോഹരമായിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് അത്ഭുതമല്ലാതെ മറ്റെന്താണ്. താജ്മഹലിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല, അതുകൊണ്ട് തന്നെ ഉള്ളിലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. താജ്മഹലിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ആഗ്ര കോട്ടയിലേക്കാണ്. ഈ കാണുന്നതാണ് ആഗ്ര കോട്ടയുടെ മുൻവശം. ഇത് ആദ്യത്തെ കവാടം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഞങ്ങളിവിടെ ഒരു ഗൈഡിനെയും കൊണ്ടാണ് പോയത്. ആ ഗൈഡ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. സ്കൂളുകളിലും കോളേജുകളിലും കേട്ടതും വായിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആഗ്ര കോട്ടയിൽ വന്നപ്പോൾ കാണാനും മനസ്സിലാക്കാനും സാധിച്ചു. രാജാക്കന്മാരുടെയും അവരുടെ ഭാര്യമാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ ബെഡ്റൂംസും അതുപോലെ അവരുപയോഗിച്ചിരുന്ന ഓരോ റൂമുകളും അവരുടെ ശൈലികളും ഒക്കെയും ഇവിടെ നിന്ന് വളരെ വ്യക്തമാണ്. ഓരോ ബിൽഡിങ്സും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും അതുപോലെ ക്രിസ്ത്യൻസിൻ്റെയും ഒക്കെ ഓരോ ഏടുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓരോ സ്ട്രക്ചറും അതുപോലെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഗൈഡ് വളരെ വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. ആഗ്ര കോട്ടയിലെ ഓരോ ചുവരുകളും ഓരോ മുറികളും ഓരോ പ്രത്യേകതകളോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് ചൂടും തണുപ്പും മാറി വരുന്ന രീതിയിലുള്ള ബിൽഡിംഗ് സ്ട്രക്ചറുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആഗ്ര കോട്ടയുടെ ഒരു പ്രധാനപ്പെട്ട വശമാണിത്. ഇവിടെയുള്ള ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് താജ്മഹൽ വളരെ വ്യക്തമായിട്ട് അവിടെ കാണാൻ സാധിക്കും. മൂടൽ മഞ്ഞുള്ളതുകൊണ്ട് ഇപ്പോൾ സ്ക്രീനിൽ അത്ര വ്യക്തമല്ല,
എങ്കിലും വളരെ കൃത്യമായിട്ട് അവിടുന്ന് താജ്മഹൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആഗ്ര കോട്ടയ്ക്കൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എങ്കിൽ പോലും അവിടുത്തെ ഓരോ സംവിധാനങ്ങളും കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് വളരെയധികം അത്ഭുതകരമാണ് കേട്ടോ. ഒരു ചുവരിൽ കൂടി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് മറു ചുവരിൽ കൂടിയിട്ട് നമുക്ക് കേൾക്കുവാനും അതിന് ഉത്തരം നൽകുവാനും സാധിക്കും. ആ ഒരു ടെലിഫോണിക് സിസ്റ്റം നമുക്കിവിടെ അത്രയും പഴക്കം ചെന്ന ഈ കെട്ടിടത്തിൽ കാണാൻ സാധിക്കും. ഇതൊക്കെയും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി കേട്ടോ. ഈ കാണുന്നതാണ് ഷാജഹാനെ തടവിൽ പാർപ്പിച്ച സ്ഥലം. ഇവിടെയായിരുന്നു മരണം വരെയും ഷാജഹാൻ തടവിലായിരുന്നത്. ആ കാണുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൽ കുറേ ഡിസൈൻസ് ഉണ്ട്. അതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കാർപ്പറ്റ് വിരിച്ച പോലെ ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ ചുവരുകളിലെല്ലാം മനോഹരമായ കൊത്തുപണികളുണ്ട്. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്നാണ് ഷാജഹാൻ താജ്മഹൽ നോക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ അവിടുത്തെ ഓരോ ചുവരിലും മാർബിൾ കൊണ്ട് ഇങ്ങനെ ഓരോ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമാണ്. ചിത്രത്തിൽ കാണുന്നതിനേക്കാളും നേരിൽ കാണാൻ വളരെ മനോഹരമാണ്. ഇവിടെയാണ് മയൂര സിംഹാസനം ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അക്ബർ ടോംബിലെ കാഴ്ചകളാണ്. നമുക്ക് ആ മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം.
ഈ ചുവരുകൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ, അതിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് നേരെയുള്ള ഒരു ലൈനായിട്ട് തോന്നും. പക്ഷേ കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ മുകളിലേക്ക് പോകുന്തോറും അതിങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. താജ്മഹലും ആഗ്രാക്കോട്ടയും ഒക്കെയും പോലെ ഇവിടുത്തെ ചുവരുകളും വളരെയധികം മനോഹരമാണ്. ഓരോ കൊത്തുപണികളും വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. ഇതാണ് ഉൾവശത്തെ കാഴ്ചകൾ. ആ കാണുന്ന ഭാഗത്തൊക്കെയും മനോഹരമായ പെയിൻറ്റിങ്സും അതുപോലെ സ്വർണവും ഉണ്ടായിരുന്നു. അധിനിവേശ സമയത്ത് അവിടെയുള്ള സ്വർണങ്ങളും അതുപോലെ രത്നങ്ങളും ഒക്കെയും കൊള്ളയടിക്കപ്പെട്ടു. അക്ബർ ടോംബിലെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫത്തേപൂർ സിക്രിയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഫത്തേപൂർ സിക്രിയിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം. ദീൻ ഇലാഹി എന്ന് പറയുന്ന അക്ബർ ചക്രവർത്തി സ്ഥാപിച്ച മതത്തിൻ്റെ ഒരു സൂചകമാണത്. അതിൽ ഹിന്ദു, മുസ്ലിം, ഇസ്ലാം, അതുപോലെ ജൈനമതം തുടങ്ങിയ 5ഓളം മതത്തിൻ്റെ നല്ല വശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അക്ബർ ചക്രവർത്തിയുടെ ജ്യോത്സ്യൻ്റെ ഇരിപ്പിടമാണത്. ആ കാണുന്നതാണ് പഞ്ചമഹൽ. മ്യൂസിക് പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത്. ഇവിടെ ഇരുന്ന് മ്യൂസിക് പരിപാടികൾ നടക്കുകയും രാജാക്കന്മാർ കൊട്ടാരത്തിൻ്റെ മുകളിലിരുന്ന് അത് ആസ്വദിക്കുകയും ചെയ്യും. ആ വെള്ളം ചുറ്റുമുള്ളത് അതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. വെള്ളത്തിലുണ്ടാകുന്ന എക്കോ എല്ലായിടത്തേക്കും ആ ശബ്ദത്തെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നു.
ഇതാണ് അക്ബർ ചക്രവർത്തിയുടെ ബെഡ്റൂം. അക്ബർ ചക്രവർത്തിക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. ഇസ്ലാം മതവിശ്വാസിയും അതുപോലെ ഹിന്ദു മതവിശ്വാസിയും അതേപോലെ ക്രിസ്ത്യൻ മതവിശ്വാസിയുമായിട്ടുള്ള ഭാര്യമാരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അവിടെയുള്ള ഓരോ കെട്ടിടങ്ങളിലും ഈ 3 മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുക. അടുക്കളയുടെ കാര്യത്തിൽ പോലും വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. നോൺ വെജ് വിഭവങ്ങളും അതുപോലെ വെജ് വിഭവങ്ങളും വേറെ വേറെ അടുക്കളയിലാണ് ഉണ്ടാക്കിയിരുന്നത്. 3 പത്നിമാർക്കും താമസിക്കാൻ പ്രത്യേകം കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾക്ക് വജ്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും ഒരാൾക്ക് സ്വർണത്താൽ അലങ്കരിക്കപ്പെട്ടതും ഒരാൾക്ക് ഒരു വലിയ കൊട്ടാരം തന്നെയും അദ്ദേഹം പണിതു കൊടുത്തു. അവരവരുടെ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൊട്ടാരങ്ങളാണ് തൻ്റെ ഭാര്യമാർക്കായിട്ട് അക്ബർ ചക്രവർത്തി പണിതു കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെയും ഹിന്ദുമത വിശ്വാസിയായ ഭാര്യയുടെ കൊട്ടാരമാണ്. ഇവിടെ ഈ കാണുന്നത് അവിടെയുള്ള ഒരു ചെറിയ ക്ഷേത്രമാണ്. ഫത്തേപൂർ സിക്രിയുടെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അക്ബർ ചക്രവർത്തിക്കും ഭാര്യയ്ക്കും മക്കളില്ലാത്തതിൻ്റെ ദുഃഖത്താൽ ഇവിടെയുള്ള ഒരു ഡിവൈൻ പേഴ്സൻ്റെ അടുത്ത് വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹപ്രകാരമാണ് അക്ബർ ചക്രവർത്തിക്ക് പുത്രൻ ജനിച്ചതെന്ന് പറയപ്പെടുന്നു. ഇന്നും ധാരാളം വിശ്വാസികൾ ഇവിടെ എത്തി തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനായി പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്.
ഇവിടെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കവാടം സ്ഥിതി ചെയ്യുന്നത്. ആ കവാടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീരുവാണ്. ഇനി നമ്മൾ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ് കേട്ടോ. ഇത് ലോട്ടസ് ടെമ്പിളിലേക്ക് പോകുന്ന വഴി മധ്യേയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗാർഡനാണ്. അവിടെ ധാരാളം ഫ്രൂട്ട്സ് ചെടികളൊക്കെ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്. ധാരാളം ആളുകൾ ക്യൂ നിന്നിട്ടാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ആ കാണുന്നത് വലിയൊരു ക്യൂ ആണ്. ചെരുപ്പൊക്കെ വെക്കുന്ന പ്രത്യേകം ഭാഗമുണ്ട്. ഞങ്ങൾ അവിടെ ചെരുപ്പൊക്കെ വെച്ചിട്ട് ക്യൂവിൽ കയറി നിന്നു. ലോട്ടസ് ടെമ്പിൾ പുറത്തുനിന്ന് കാണാൻ തന്നെ വളരെയധികം മനോഹരമാണ് കേട്ടോ. അതിൻ്റെ സ്ട്രക്ചർ വളരെ ഭംഗിയുള്ളതാണ്. അവിടെ ധാരാളം മനോഹരമായ പൂക്കളും ഉണ്ടായിരുന്നു. ലോട്ടസ് ടെമ്പിൾ എന്ന പേര് പോലെ തന്നെ മനോഹരമാണ് അത് നേരിൽ കാണുന്നതിലും. തണുപ്പായതുകൊണ്ട് തന്നെ ക്യൂവിൽ നിന്ന് ക്ഷീണിക്കേണ്ടിയൊന്നും വന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ക്യൂവിൽ നിന്നാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും അല്പനേരം ശാന്തമായിട്ടിരിക്കുന്നു. ആ ഒരു മെഡിറ്റേഷൻ എന്നുള്ള ഒരു പ്രോസസ്സാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. റിലാക്സായിട്ട് ഇരിക്കണമെങ്കിൽ ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റും. അവിടെ ഫീസൊന്നുമില്ല. എല്ലാവർക്കും ഈ വീഡിയോയിലെ എല്ലാ കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.